ഇനി നമ്മൾ ഒന്ന് നിലമ്പൂരിലേക്ക് പോകുന്നു. നമുക്ക് വലിയ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരികയാണ്. പി വി അൻവറിന്റെ അറസ്റ്റിൽ ഇന്നലെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ KPCC പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയിരുന്നു. KPCC പ്രസിഡന്റ് പറഞ്ഞത് ഇത് ദുരുദ്ദേശപരമായിട്ടാണ്, രാത്രിയിൽ വലിയ സന്നാഹത്തോടു കൂടിയുള്ള അറസ്റ്റ് എന്നാണ്. മാത്രവുമല്ല ഇതിൽ വലിയ ഗൂഢാലോചന, ഉന്നത ഗൂഢാലോചന നടന്നുവെന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്. ഭരണകൂട ഭീകരതയെന്ന് ആവർത്തിക്കുകയാണ്. നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജയിലിൽ കഴിയുന്ന പി വി അൻവർ MLA ഇന്ന് ജാമ്യാപേക്ഷ നൽകും. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുന്നത്. അൻവറിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നിലമ്പൂരിൽ വൈകിട്ട് DMK മാർച്ച് നടത്തും. പി വി അൻവറിന്റെ അറസ്റ്റ് ആസൂത്രിതമെന്നാണ് DMKയുടെ ആരോപണം. പോലീസ് നടപടി സ്വീകരിച്ചത് നീതിപൂർവമെന്നാണ് CPMന്റെ നിലപാട്. നമുക്ക് പ്രതികരണങ്ങൾ ഒന്ന് കേട്ടുവരാം. ഈ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്ന് കണ്ടപ്പോൾ അതിനെതിരെ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ കളത്തുറങ്കിലാക്കുന്നതിന് വേണ്ടി പിണറായിയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കൂടി ആഹ്വാനം ചെയ്ത ഒരു അറസ്റ്റാണ് ഇന്നലെ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പിണറായിയുടെ ജലപ്പനങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുന്ന ഒരു ADGPയും അദ്ദേഹം ഇതെല്ലാം വളരെ ഇന്നലെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും പ്രതിപക്ഷ സംഘടനകളെയും കൂട്ടി പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തോടു കൂടി തന്നെ ഞങ്ങളിതിനെ നേരിടുമെന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ജാമ്യാപേക്ഷ ഞങ്ങൾ ഇന്ന് ഓപ്പൺ കോർട്ടിൽ മൂവ് ചെയ്യും. ഇന്നും നിലമ്പൂർ മുനിസിപ്പൽ കോടതിയിൽ തന്നെ ഇന്നലെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കിയിരുന്നു. ഇന്ന് നിങ്ങൾ ഓപ്പൺ കോർട്ടിൽ മൂവ് ചെയ്യും. അവിടുത്തെ ഇതനുസരിച്ച് അടുത്ത നടപടിക്രമത്തിലേക്ക് പോകും. ഇതിൽ ഒരു ഗൂഢാലോചനയും പ്രശ്നമില്ല. ഒരു സർക്കാർ ഓഫീസ്, DFO ഓഫീസ്, അതും ഇന്നലെ അവധി ദിവസമാണ്. ആ അവധി ദിവസത്തിൽ പൂട്ടിക്കിടക്കുന്ന ഒരു സർക്കാർ ഓഫീസ് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അടിച്ച് പൊളിച്ച് നശിപ്പിക്കുകയാണ്. അതിനൊരു MLA നേതൃത്വം നൽകുകയാണ്. ഈ തരത്തിലുള്ള പ്രവണതകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. യാതൊരു വിധത്തിലുള്ള നിയമവാഴ്ചയും ഇല്ലാത്ത സ്ഥിതിവിശേഷം വരുമല്ലോ. ഇവിടെ നിയമപരമായ നടപടികൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. ഇതിലൊരു ഗൂഢാലോചനയുടെയും പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷ കൺവീനറുടെയും പ്രതികരണം വന്നിട്ടുണ്ട്. ഇടതുപക്ഷ കൺവീനറും പറയുന്നത് ഈ നടപടി ഇത്തരം കാര്യങ്ങളിലൊക്കെ സഡൻ ആക്ഷൻ വേണമെന്നുള്ളതാണ്. പക്ഷേ പലതും അങ്ങനെയല്ല. ഭരണകക്ഷിയിൽപ്പെട്ടവർ ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിയമസഭയിൽ അടക്കമുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. സഡൻ ആക്ഷൻ അവിടെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും കോടതിയിൽ ആ കേസ് എഴുതിത്തള്ളണമെന്ന് സർക്കാരിൻ്റെ അഭിപ്രായമുണ്ട് താനും. അഷ്കർ അലിയും AK അഭിലാഷും സിനോജ് തോമസും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ അഷ്കർ അലിയിലേക്ക് പോകുന്നു. അഷ്കർ, കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണോ യഥാർത്ഥത്തിൽ പി വി അൻവർ ആഗ്രഹിച്ചത് ആ രീതിയിലേക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ മാറുകയാണോ? ഇന്നലെ രാത്രി ഒരൊറ്റ രാത്രി കൊണ്ട് പി വി അൻവറിനെ ജയിലിൽ എത്തിച്ചെങ്കിലും പി വി അൻവറിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് വീണ്ടും ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പി വി അൻവർ വീണ്ടും വാർത്താ കേന്ദ്രമാകുന്നു. പി വി അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് പ്രതിപക്ഷവും പി വി അൻവറിനെ എതിർത്തുകൊണ്ട് പോലീസ് നടപടി ന്യായീകരിച്ചുകൊണ്ട് ഭരണപക്ഷവും അണിനിരക്കുന്ന കാഴ്ചയാണോ നമ്മളിപ്പോൾ കാണുന്നത്? എപ്പോഴേക്കാണ് ജാമ്യാപേക്ഷ മൂവ് ചെയ്യുക അഷ്കർ? അരുൺ, 11 മണിയോടെ തന്നെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യും. ഓപ്പൺ കോർട്ടിൽ തന്നെ ജാമ്യാപേക്ഷ ഉന്നയിക്കാനാണ് ഇപ്പോൾ അൻവറിൻ്റെ ഒപ്പമുള്ളവരുടെ നീക്കം. അഭിഭാഷകൻ മഞ്ചേരിയിലെ അഭിഭാഷകൻ സഫ്രദ മുഖേനയാണ് ആ നീക്കം നടത്തുന്നത്. ഇപ്പോൾ ഇതിൽ പ്രതികരണമായി ഇപ്പോൾ CPM മലപ്പുറം ജില്ലാ നേതൃത്വമടക്കം രംഗത്തെത്തിയിരിക്കുന്നു. CPM ജില്ലാ സെക്രട്ടറി VP അനിലാണ് മാധ്യമങ്ങളെ കണ്ടത്. അൻവർ ഉന്നയിക്കുന്നത് പോലെ ഒരു ഉന്നത ഗൂഢാലോചനയും ഒന്നും തന്നെ അതിലില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആസൂത്രിത നീക്കമല്ല അറസ്റ്റ്. മാത്രമല്ല എല്ലാ സാവകാശം പി വി അൻവറിന് നൽകിയിരുന്നു. വൈദ്യപരിശോധനയ്ക്കും അതുപോലെ തന്നെ ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വരെ പി വി അൻവറിന് സമയം ലഭിച്ചു. സ്വകാര്യമായ ആളുകളുമായി ബന്ധപ്പെടാനും സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ 2 മണിക്കൂറോളം സാവകാശം നൽകിയതിനു ശേഷമാണ് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഗൂഢാലോചനയുടെയോ ഇല്ലെങ്കിൽ മറ്റൊരുള്ള ഒന്നുമല്ല, അത് നീതിപൂർവമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ് എന്നാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന കാര്യം, ഇന്നലെ പി വി അൻവർ ജനകീയ യാത്രയ്ക്ക് ആളില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പി വി അൻവർ ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിട്ടത് എന്നുള്ള ആരോപണം കൂടി ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, ഓക്കെ. ഇപ്പോൾ AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. AK അഭിലാഷ്, ജാമ്യാപേക്ഷ 11 മണിയോടുകൂടി നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെ സാധ്യതകളാണുള്ളത്? അഭിഭാഷകരുമായി സംസാരിക്കുമ്പോൾ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? 3 പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്, ഗുരുതര വകുപ്പുകളാണ്. പോലീസിനെ കയ്യേറ്റം ചെയ്തിരിക്കുന്നു എന്നതടക്കം അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും നേരിട്ട് താൻ പങ്കാളിയല്ല എന്നതായിരിക്കുമോ ജാമ്യാപേക്ഷയിൽ പി വി അൻവറിന്റെ വാദം? AK അഭിലാഷ്.
ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയുള്ള ഒരു വാദമായിരിക്കും അവർ ഉന്നയിക്കുക. ഇതിലിപ്പോൾ ഒരു ഭാഗത്ത് ഈ രാഷ്ട്രീയമായുള്ള വിവാദങ്ങൾ കൊഴുക്കുന്ന ഘട്ടത്തിൽ മറുഭാഗത്ത് നിയമപരമായി PV അൻവറിനെ എങ്ങനെ ജയിലിൽ പുറത്തു കൊണ്ടുവരാമെന്നുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുന്നത്. 11 മണിയോട് കൂടി തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അതോടൊപ്പം തന്നെ ഇവർ ആശങ്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ PV അൻവറിനെതിരെ ഉയർത്തിക്കാട്ടിയിരുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ അത് ഈ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമോ, അത്തരത്തിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നീക്കമുണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഏതായാലും ഈ ജാമ്യം കിട്ടുമെന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് PV അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുള്ളത്. അതേസമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടിയായിരുന്നു ഇത്തരം പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. പക്ഷേ ആ പ്രതിഷേധ പരിപാടികളിലേക്ക് ചില ശക്തികൾ കയറി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സംശയം ഇവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PV അൻവറുമായി സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത്തരമൊരു പ്രതിഷേധ പരിപാടികളെക്കുറിച്ച് ആലോചിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയമായും നിയമപരമായി തന്നെ നേരിടാനുള്ള നീക്കമാണ് ഇപ്പോൾ DMKയുടെ ഭാഗത്തും ഉണ്ടാവുന്നത്. സിനോജ് തോമസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. സിനോജ് തോമസ്, തവനൂർ സെൻട്രൽ ജയിലിലാണ് PV അൻവറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം മഞ്ചേരി സബ് ജയിലിലായിരിക്കുമെന്നാണ് നമ്മൾ കരുതിയതെങ്കിലും പിന്നീട് ഏത് സാഹചര്യത്തിലാണ് തവനൂർ സെൻട്രൽ ജയിൽ വേണമെന്ന് പറഞ്ഞത്? തവനൂർ സെൻട്രൽ ജയിൽ അടുത്ത കാലത്ത് തുടങ്ങിയ ജയിലാണ്. അവിടേക്കാണ് PV അൻവറിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇവരെ ഒരുമിച്ചാണോ, PV അൻവറിനോടൊപ്പം മറ്റ് 4 പ്രതികളുമുണ്ട്, ഇവർ ഒരുമിച്ചാണോ ജയിലിൽ കഴിയുന്നത്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ സിനോജ്? അനുകുമാർ, അതായത് പുലർച്ചെ 2:15 കൂടിയാണ് PV അൻവറിനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അൻവറിനെ മാത്രമാണ് കൊണ്ടുവന്നത്. ആദ്യം മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചത്. പക്ഷേ അവസാന നിമിഷമാണ് മാറ്റി ഏറ്റവും ഒടുവിൽ, അതായത് 2022 ജൂൺ 12-നാണ് ഈ ജയിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അന്ന് വലിയ വാർത്തകളായതാണ്. സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ തുറന്ന ഒരു സെൻട്രൽ ജയിൽ കൂടിയാണ്. ഒരുപക്ഷേ ഈ അങ്ങനെ ഒരു തീരുമാനം മാറ്റാനുള്ള കാരണമെന്ന് പറയുന്നത്, ഈ ജയിൽവാസം കഴിഞ്ഞ് അൻവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജയിലിനുള്ളിലെ ജീവിതത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുമോ എന്നൊരു സംശയം കൂടി ഉണ്ട്. അതുകൊണ്ടായിരിക്കും ആധുനിക സൗകര്യങ്ങൾ ലഭിക്കുന്ന അത്യാധുനിക സൗകര്യമുള്ള തവനൂർ ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയും പുലർച്ചെ 2:15 കൂടി ഇവിടേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അൻവറിന്റെ ജയിൽവാസം 7 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പുറത്ത് DMKയുടെ ചില പ്രവർത്തകരും അൻവറിന്റെ ജയിൽവാസം കഴിഞ്ഞുള്ള വരവ് കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺകുമാർ.